ഹലോ ഹലോ ലക്ഷ്മിയുടെ അമ്മയല്ലേ? അതെ. ഞാൻ ലക്ഷ്മിയുടെ ക്ലാസ് പഠിക്കുന്ന യദുവാ. പറഞ്ഞോ. ആന്റി ലക്ഷ്മി അവിടെ ഇല്ലേ? ഉണ്ടല്ലോ. ഞാൻ 3-4 വട്ടം വിളിച്ചു, കോള് കട്ട് ചെയ്യാ. അത് അവള് പഠിച്ചുകൊണ്ടിരിക്കുക. അവളുടെ ഏതോ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ട് കമ്പൈൻ സ്റ്റഡിയാ. കിരണാണോ? അത് തന്നെ, അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞത്. ആന്റി അവര് വാലടച്ചിട്ടിരുന്നാണോ പഠിക്കുന്നേ? അതെ അതെ. എടാ അടി ഉണ്ടാക്കല്ലേ. എന്താ പരിപാടികളല്ലേ ഇവിടുന്ന് പഠിക്കാൻ വന്നല്ലേ? പൊട്ടിക്ക് ഞാൻ ഇടലും. ചേറിലെ കുറിച്ച് വന്ന് നിൽക്കണേ. ആണുങ്ങൾ തല്ലുകൊണ്ട് കണ്ടിട്ട് ഈ പെണ്ണുങ്ങൾക്ക് തെറ്റിട്ട് കട. ഇതിലിപ്പോ ആണും പെണ്ണൊന്നൊന്നുമില്ല, ചുരിദാർ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, സ്വഭാവമൊക്കെ കണക്കാണ്. എന്താണ് ഈ കേട്ടത്? എന്തത് ചന്തേ? പക്ഷേ ചന്തനെ കുറിച്ച് പറയരുത് നിങ്ങൾ. ചന്ത ഇതിലും ഡീസന്റാ. ഞാൻ കുറെ കാലം ചന്തയിൽ ജോലി ചെയ്ത ആളാ. അവിടെ നിങ്ങൾക്ക് അവിടെ എന്തും തല്ലുപടി ഉണ്ടാവും. ചന്തക്കാർ പറയലുണ്ട് സ്കൂളാണെന്ന് ചോദിക്കലുണ്ട്. ചന്തയിലെ പണിയെടുത്ത ആൾക്കാരൊക്കെ ഇവിടുത്തെ മാഷും. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. വെറുതെ എന്റെ മെക്കെട്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ കിടന്ന് ചന്തത്തരം കാണിക്കാം. പിന്നെ മൂപ്പര് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? അത് നിങ്ങൾ കേട്ടില്ലേ? മിണ്ടാതിരിക്കുമോ ഇത് മാഷേ? നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരില്ലേ? പിന്നെ എന്തിനാണ് തല്ലുകൂടി? സാർ ഇവൻ അവളുടെ കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് പോയപ്പോ എന്നെ വിളിച്ചില്ല. ഞാൻ വിളിച്ചപ്പോ ഇവൻ അവളോട് പറയാണ് കോള് കട്ട് ചെയ്യാൻ. ഞാൻ 4 പ്രാവശ്യം വിളിച്ചേ. അപ്പൊ എന്താ നീ കമ്പൈൻ സ്റ്റഡിക്ക് പോകുമ്പോ അവനെ വിളിക്കാൻ? അയ്യോ സാറേ, ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് പോയിട്ടില്ല. അപ്പൊ നീ എല്ലട പറഞ്ഞ വിളിച്ചില്ലെന്ന്? സാറേ ഇവളല്ല, ഇവള്. ഇവളുടെ വീട്ടില് കിരൺ കമ്പൈൻ സ്റ്റഡിക്ക് പോയപ്പോ എന്നെ വിളിച്ചില്ല. എന്നിട്ട് ഞാൻ ഇവളെ വിളിച്ചപ്പോ കിരൺ പറയാണ് ഇവനോട് കോള് കട്ട് ചെയ്യാൻ. ആരാണ് ഈ കിരൺ? കിരൺ നിങ്ങൾ സാറേ ഇതല്ലേ കിരൺ? ഇവനാണോ കിരൺ? എടാ, ലക്ഷ്മിയുടെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡിക്ക് കിരണിനെ വിളിക്കുമ്പോ അത് നിന്നോട് വിളിച്ചു പറയണമെന്ന് എന്താ ഇത്ര നിർബന്ധം? സാറേ അത് എന്ത്? ഇവളെന്റെ ലവറാ. എന്താണ് പ്യാരി മാഷെ കേക്കണത്? ഒരു സ്റ്റാഫ് റൂമിൽ വന്നിട്ട് പറയാനുള്ള ഒരു ധൈര്യം കണ്ട് നിങ്ങൾ ലവറാന്ന്. ഇപ്പൊ എങ്ങണ്ട് പറ. അന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു എല്ലാരും. ഇവിടെ പടറൽ നടക്കുന്ന പ്രണയാണ്. ഇപ്പം വിളിച്ചപ്പോ എന്തിനാ ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞു? നീ ഇതിനെ പറഞ്ഞു. നീ അവിടെ ഇരിക്കടന്ന്, നീ അവിടെ കയറി ഇരിക്കും. എന്നിട്ട് ഞങ്ങളെയൊക്കെ ചോദ്യം ചെയ്യും. അതെ, ഇവൻ പറഞ്ഞപ്പോ എന്തിനാ ഫോൺ എടുക്കാണ്ടെന്ന്? അത് സാറേ, അത് അവന് അറിഞ്ഞോ? അവന്റെ ബെസ്റ്റിയാ. ബെസ്റ്റി. സുഹൃത്തിന്റെ നേരെ മുകളിലും കാമുകന്റെ നേരെ താഴെയും ഇടയിൽ കിടക്കുന്ന ഒരു പൊസിഷൻ ബെസ്റ്റി. ന്യൂജനായ നമുക്കൊക്കെ മനസ്സിലാവില്ല. മാഷെ, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ മധ്യ കൗമാര കാലഘട്ടത്തിൽ +2 കുട്ടികളുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഒരു പ്രത്യേകതരം മാനസിക ഐക്യം രൂപപ്പെടും. അത് നമ്മൾ കാണാണ്ട് പോകും. എന്താ മാഷ് പറയുന്നത്? സോഷ്യോളജി പ്രോത്സാഹിപ്പിക്കുന്ന ഇരിക്കും മാഷ അവിടെ. അതെ, നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെയൊക്കെ ഈ വാക്ക് പറഞ്ഞു വിടണം നിങ്ങളുടെ മാതാപിതാക്കളില്ലേ, അവരെ പറയണം. അവര് നിങ്ങളിങ്ങാട് കണീച്ചൊരുക്കി വിടണതേ ബെസ്റ്റിനെയും ലവേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒന്നും കണ്ടുപിടിക്കാനല്ല. ഈ പ്രായത്തിൽ 2 അക്ഷരം പഠിക്കാൻ വിടുമ്പോ, എന്നിട്ട് ഒരു ജോലി സമ്പാദിക്കണം. എന്നിട്ട് അവനവന് പ്രാപ്തിയായിട്ട് വേണം ബെസ്റ്റിനെയും ലവറിനെയും ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞെടുക്കാൻ.
ഇതൊക്കെ ഈ പ്രായത്തിൽ തോന്നുന്ന ഒരു മരീചിക മാത്രമാണ്. ഈ പ്രായത്തിലുള്ള ഒരു ഫാസിനേഷൻ, അല്ലാതെ ഇതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ പ്രായത്തിന് ഓർത്തിട്ട് ഇന്നൊരു വാണിംഗ് തരാണ്. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. ചെല്ലി എല്ലാരും പോയി 2 അക്ഷരം പഠിക്കാൻ നോക്ക്. ബെസ്റ്റിയും ഫ്രണ്ടും ലവേഴ്സും ഒക്കെ കളഞ്ഞോ. ഇനി മേലിത് കേൾക്കരുത് ഇവിടെ. ഓടാ ചെല്ല് ചെല്ല്, പോയി കുളിക്കാൻ നോക്കി രണ്ടാളും. കണ്ണൂട്ടിയമാരുണ്ട് രണ്ടും. എന്ത് പണിയാ കാണിച്ച മാഷ? കോയ സാറോട് പറഞ്ഞിട്ട് TC കൊടുത്ത് വിടണം കൂട്ടി. ഈ കോമ്പൗണ്ടിൽ കയറ്റാൻ പാടില്ല. പോട്ടെ ഉണ്ണിമാഷേ, എന്ത് പോട്ടെ? അവരുടെ പ്രായത്തിൽ വരുന്ന ചില തെറ്റുകുറ്റങ്ങളാണ്. നമ്മൾ അവരെ ഉപദേശിച്ചും വാണിംഗ് കൊടുത്തുമൊക്കെ അവരെ നന്നാക്കുക. അതല്ലേ നമ്മുടെ ജോലി. അതാ മാഷെ ഞാൻ പറഞ്ഞ ഈ മധ്യകൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഒരു ആത്മബന്ധം ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് നേരത്തെ. മനസ്സിലായി മാഷെ, ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഇടപെട്ടത്. അതാണ്. അല്ല മാഷേ, എന്നാലും എന്തായിരിക്കും ഈ ബെസ്റ്റ്? എന്റെ മാഷേ, ഫ്രണ്ടിന്റെ നേരെ മുകളില്, എന്നാലോ കാമുകന്റെ നേരെ താഴെ, അതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു പോസ്റ്റാണ്. ഉണ്ണിമാഷ എല്ലാം മനസ്സിലാക്കി. ന്യൂ ജനറേഷൻ ആണല്ല. അതായത് ന്യൂ ജെന്നെ ഇത് മനസ്സിലാവൂലോ, ഓൾഡ് ജെന്നെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവൂല. അല്ല പണ്ടും ഇതൊക്കെ ഉണ്ട്. പണ്ട് ഇങ്ങനത്തെ ഒരു പേരില്ല എന്നാ എനിക്ക് തോന്നുന്നത്. പേരുണ്ടായില്ല അന്ന്. ഇതൊക്കെ ഉണ്ടായി. ആ. അല്ല പക്ഷെ അന്ന് എന്തായിരിക്കും ഇതിന്റെ പേര്? അന്ന് നമ്മള് ഡിങ്കോലാഫി പാടില്ല. അതാ എനിക്ക് ഓർമ്മ വരുന്ന പേര്. നമ്മള് മാഷന്മാര് വൃത്തിയായിട്ട് ജീവിക്കണം. സഹോദരിമാരെ പോലെ കാണണം. ടീച്ചർമാരെ ബഹുമാനിക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മോശപ്പേര് ഉണ്ടാവാൻ പാടില്ല. നമ്മള് വൃത്തിയായാല് നമ്മൾ പഠിപ്പിക്കണ മക്കളും നന്നാവും, സമൂഹവും നന്നാവും. അങ്ങനെ നമുക്കൊരു അഴുക്കും കളങ്കവും ഇല്ലാതെ ജീവിക്കാൻ ശ്രമിക്കാം. അത്രേ ഉള്ളൂ. പിന്നെ മാഷേ, കുട്ടികളുടെ മേലെ എല്ലാവർക്കും ഒരു കണ്ണ് വേണം. കാലം മകം മോശം. ആയിക്കോട്ടെ പോയി. രാമകൃഷ്ണ മാഷല്ലേ? അതെ 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 അതെ. അതെ, നിങ്ങളിപ്പോ എവിടെയാണ് ക്ലാസ് എടുത്തോണ്ടിരിക്കുക അല്ലേ? ഏതാ ഡിവിഷൻ? ബിയില് അല്ലേ? അത് ശരി. ഏതാ വിഷയം എടുക്കുന്നപ്പോ? സെക്കൻഡ് സബ്ജക്റ്റ്. അത് ശരി. അപ്പൊ എങ്ങനെ ക്ലാസ് ഒക്കെ നന്നായി പോകുന്നുണ്ടോ? അതെ. അത് ശരി. അപ്പൊ ഈ ആൾക്കാർ കാണാത്ത രീതിയിൽ നിന്നിട്ട് എങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റണേ? മായ വല്ലതും അറിയോ? അല്ല തപ്പാണ്ട് പറയും. ഞാൻ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിന്റെ മുമ്പിലുള്ളതേ. അത് സാരില്ല. അല്ല അത് പോട്ടെ. എന്തിനാ സാറേ ഈ മായം കളിക്കണം? എന്താ നിങ്ങളുടെ പരിപാടി? നിങ്ങൾ ഇവിടുന്ന് ശമ്പളം മേടിച്ചോണ്ട് പോവാ, നേരം വെളുക്കുമ്പോ ഇവിടെ ഒന്ന് അങ്ങോട്ട് ഒപ്പിടുക, എന്നിട്ട് മറ്റുള്ള അധ്യാപകരുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവാ. ഒരു ഉത്തരവാദിത്തം വേണ്ടേ? അല്ല ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്. അത് എന്താ കാര്യം വെച്ചാല് നിങ്ങളിപ്പോ ഞാൻ ഈ പ്രിൻസിപ്പാളായിട്ട് ഈ മേശയുടെ മുകളിൽ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ ഒരു കാര്യം അറിയണില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ ധാരണ. ഞാൻ ഒരു മൊയിന്താണെന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിച്ചേക്കണേ. അത് മനസ്സിന്ന് കളഞ്ഞാളിട്ടോ. സാക്കാരുടെ കാര്യമൊക്കെ എന്റെ ഈ 2 കണ്ണല്ലാണ്ട് ഒരു മുക്കണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ണും കൂടി ഉണ്ട്. തിന്നണ ചോറിനോടെ ഒരു നന്ദിയൊക്കെ കാണിക്ക്. ആയിക്കോട്ടെ. എന്നാ സദ്യ നോക്കിയിട്ട് വന്നാൽ മതി. വെച്ചോളിട്ടാ, നാളെ കാണാം. ആരാണ്? നമസ്കാരം മാഷേ. നമസ്കാരം. ഞാൻ +2 പഠിക്കുന്ന ദക്ഷയുടെ അച്ഛനാണ്. ഓ അത് ശരി. ഏതാ ഡിവിഷൻ? സിയില്. സിയില് കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണവരല്ല. അവരെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഇവിടെ ഇല്ല. ഇല്ല, കുട്ടികളൊക്കെ നല്ലതാ. അതെ. പക്ഷെ തമ്മാടിത്തരം കാണിക്കുന്ന വേറെ ചില ആൾക്കാരാണ്. ഇരിക്കി. എന്താ കാര്യം? മാഷേ, ഞാൻ കഴിഞ്ഞ PTA മീറ്റിങ്ങിന് വന്നില്ല. അല്ല അതിപ്പോ പല കാരണം കൊണ്ടാവും. അതിനിപ്പോ ഇവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞോ? ഇല്ല, പരാതി ഒന്നും പറഞ്ഞില്ല. ഭാര്യ വന്നിരുന്നു. മതിയല്ലോ, ആരെങ്കിലും ഒരാൾ വന്നാൽ മതിയല്ലോ. അപ്പൊ ഭാര്യ വന്നു, മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു. മീറ്റിംഗ് കഴിഞ്ഞു പോകുമ്പോ പുള്ളിക്കാരത്തി മോളെ പഠിപ്പിക്കണ അധ്യാപകരൊക്കെ ഒന്ന് നേരിട്ട് പോയി കണ്ടു. അല്ല നല്ല കാര്യമാണ്. കുട്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താന്ന് അറിയാൻ ഒരു അന്വേഷണമൊക്കെ നടത്തലുണ്ടല്ലോ. അതെ, കുഴപ്പമൊന്നുമില്ല. അതിൽ ഒരു അധ്യാപകൻ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചു. എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ ഒക്കെ പറയാനും പിടിക്കാനൊക്കെ ആയിട്ട്. എന്നാ സംഗതി അതല്ല. രാവിലെ ഗുഡ് മോർണിംഗ്. രാവിലെ അല്ലേ? അതെ. ഗുഡ് മോർണിംഗ് തന്നെയാണല്ലോ പറയാ രാവിലെ. രാത്രി ഗുഡ് നൈറ്റ്. അപ്പൊ കറക്റ്റാണ്, ഒന്നും തെറ്റില്ല. പക്ഷെ തെറ്റായിട്ടുള്ള ചില പരിപാടികൾ പുള്ളി ചെയ്യുന്നുണ്ട്.
വേറെ ചില മെസ്സേജുകൾ അയക്കുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കണതെന്ന് പറഞ്ഞാല് ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. ഒറ്റയ്ക്കാണോ? അവിടെ മഴയുണ്ടോ? പിന്നെ ഏത് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്? ഡ്രസ്സിന്റെ കച്ചവടമുള്ളവരാരാണ്? നൈറ്റി ആണോ അതോ സാരിയാണോ? ഓ, ഭർത്താവ് എങ്ങനെയുണ്ട്? അത് പോട്ടെ. കടന്നിട്ട് പുള്ളി ചോദിക്കുകയാണ്, സിനിമയ്ക്ക് വരാൻ താല്പര്യമുണ്ടോ? നമുക്ക് മാളിലേക്ക് പോകാം. ഇതൊക്കെ ഭാര്യ എന്നെ കാണിക്കുകയാണ്. ഇതെന്താണ് പരിപാടി? എനിക്കിതിനൊരു തീരുമാനം അറിയണം മാഷേ. ആ ഉണ്ണിസാറിനോണ്ട് ഇവിടെ തോറ്റിട്ടിരിക്കാണ് എന്റെ. ഉണ്ണിസാറോ? ഉണ്ണിസാറൊന്നുമല്ല, ഇത് വേറെയാണ്. വേറെ എന്താ? വേറെ എന്ന് പറഞ്ഞ എന്താ? മാഷിന്റെ പേരെന്താ? പ്യാരി. ആ പ്യാരി മാഷ് വേറെ ആരാണ്? പ്യാരിജാതനോ? പ്യാരിജാതൻ മാഷേ. എനിക്ക് മാഷുമാരെ പറ്റിയിട്ട് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് പോയിപ്പോ. സാറേ, ആള് ഈ ഒരു മാന്യനായിട്ടുള്ള ഒരു പ്യാരിജാതൻ മാഷ. അല്ല, വെള്ളം ഉണ്ട കൊടുത്തിട്ടാണ് എല്ലാ പ്രാവശ്യം വരുന്നത്. അതുകൊണ്ട് കാര്യമില്ല. രാത്രി ഇതാ പരിപാടി. അത് വിളിച്ചിട്ട് സംസാരിക്കണം മാഷേ. സംസാരിക്കണല്ലോ. സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്താ ഈ പറഞ്ഞത്? അത് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സംസാരിക്കണം. ഹലോ, ആ പ്യാരിജാതൻ മാസുണ്ടോ അവിടെ? ക്ലാസ് എടുത്തോണ്ടിരിക്കേ? ആ, എടുത്തോടത്തോളം മതി എന്ന് പറയും. അത് എത്തിയിട്ടുണ്ട് വരാൻ പറയും കേട്ടോ. ഇനി മാഷേ, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇങ്ങേരുടെ മെസ്സേജ് അയപ്പിൽ എന്റെ ഭാര്യ വീഴുന്നില്ല എന്ന് മനസ്സിലായപ്പോ അയാള് ഭാര്യയോട് വേറൊരു ചോദ്യം. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അതൊന്നും പറയണ്ട. ഈ ഗുഡ് മോർണിംഗിൽ തുടങ്ങിയപ്പോ എന്നെ ഇത് ഇവിടെ വന്ന് അവസാനിക്കുള്ളൂ എന്നൊക്കെ അറിയാം. അല്ലല്ല മാഷത് അറിയണം. വേണ്ടാന്ന് അറിയണം. എന്നാ പറയും. അങ്ങേര് ചോദിക്കാണ് എന്റെ ഭാര്യയുടെ അടുത്ത് എന്റെ ബെസ്റ്റി ആവാൻ പറ്റുമോന്ന്. ബെസ്റ്റിയാ? ആ ബെസ്റ്റി എന്താ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? അങ്ങോട്ട് വരട്ടെ, ചോദിക്കാം. എന്താ മാഷേ? ഈ മാഷിനെ കുറിച്ച് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞേ?